ട്രാഫിക് ജാമിൽ പെട്ട് കിടക്കുകയാണ് ഗായ്സ്. രാവിലെ തിരിച്ചു പോകുമ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ സഫാരി പാർക്കൊക്കെ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരികയാണ്. ഞങ്ങളിനി ജക്കാർത്തയിലേക്കാണ് പോകുന്നത്. അതായത് ഞാൻ ആദ്യം വന്നിറങ്ങിയ സിറ്റി ജക്കാർത്തയിൽ നമ്മൾ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യും. അവിടുത്തെ നൈറ്റ് ഫുഡും അവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. പാർക്കിനകത്തൊക്കെ ഭയങ്കര റേറ്റ്, അവിടെ ഉള്ളതൊക്കെ ഹെവി റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ ടൈമും ഇവിടുത്തെ ടൈമും തമ്മിൽ 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 5 മണിയായി, നാട്ടിലിപ്പോൾ 3:30 മണിയായി. ഞങ്ങളിതുവരെ ഫുഡ് കഴിച്ചില്ല. നല്ല ടയേർഡാണ്, യാത്ര ക്ഷീണവും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി ഒന്ന് റിലാക്സ് ചെയ്യാം. എന്നിട്ട് നേരെ ജക്കാർത്ത പോയി റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്തിട്ട് നമ്മൾ രാത്രിയിൽ കുറച്ച് ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളും അവിടുത്തെ ഫുഡും കാര്യങ്ങളും സിറ്റിയും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ നമ്മളെ നാളത്തെ പ്ലാന് ജോഗ്യകാർത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ നാളെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ അങ്ങോട്ട് പോയി. ഇവിടെ ഭയങ്കര ട്രാഫിക് ആട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ബ്ലോക്കാണ്. രാവിലെ വരുമ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടാണ് റിയ പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാവരും ടയേർഡാണ്, അവരൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. സ്കൂട്ടർ ആക്റ്റീവ അങ്ങനത്തെ ടൈപ്പ് സ്കൂട്ടറുകൾ കണ്ടമാനുണ്ട് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഭിക്ഷാടനം നടത്തുന്ന ആളുകള്, അവര് ഭിക്ഷാടനം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മള് ചുമ്മാ അങ്ങ് വന്ന് കൈ നീട്ടില്ല കേട്ടോ. കയ്യിലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചിട്ടാണ് അവർ ഭിക്ഷ യാചിക്കുന്നത്. പിന്നെ തെരുവ് കച്ചവടക്കാർ ഒരുപാടുണ്ട് കേട്ടോ. വണ്ടികൾ ഇങ്ങനെ സ്ലോലി ആവുമ്പോൾ നമ്മളെ അടുത്തേക്ക് വന്ന് അവരുണ്ടാക്കി കൊണ്ടുവരുന്ന ഫ്രൂട്ട്സുകളും സ്നാക്സുകളൊക്കെ അവർ വിൽപ്പന ചെയ്യാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്. കണ്ടോ, നല്ല ബ്ലോക്കാണ്, നിറയെ ബൈക്കുകളാണ്. ബൈക്കുകളാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ ബൈക്കുകളാണ് കണ്ടോ. നമ്മുടെ നാട്ടിൽ ബൈക്കിലെ പോലുള്ള സ്കൂട്ടറുകളാണ് അല്ലേ. പിന്നെ ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കാനായിട്ട് അടുത്ത് പോലീസിലെ ബൈക്കിൽ എത്തുന്നുണ്ട് അല്ലേ. ബൈക്കിൽ അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പോലീസ് അല്ലാണ്ട് തന്നെ കുറെ സാധാരണ ആളുകൾ അല്ലേ, അവരുടെ ജോലിയുടെ ഭാഗമായിട്ടില്ലേ, സർവീസ് പോലെ ട്രാഫിക് നിയന്ത്രിക്കാനായിട്ട് അവരെ നിർത്തണം. അവർക്ക് നമ്മൾ എന്തെങ്കിലും സ്നേഹത്തോടുകൂടി കൊടുത്തിനാൽ അത് അവർ സ്വീകരിക്കും കേട്ടോ. നിർബന്ധമൊന്നുമില്ല, അത് അവരൊരു തൊഴിലായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമുക്കിനി ഇവിടെ കുറച്ചും കൂടെ ഒരു 4-5 കിലോമീറ്റർ പോയാൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മളെ റിയ. ബിരിയാണിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹെമാഡോഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു അറബിക് റെസ്റ്റോറൻ്റ് ഉണ്ട്, അറേബ്യൻ റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ച് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് തോന്നുന്നു. റിയ നോക്കും. നമ്മൾ ഇവിടെ എമിഗോസ്, ഇമാദോസ്, ഇവിടെ ബിരിയാണിക്ക് എമാദോസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഐസ് ടീ ആണ്, കണ്ടോ, ഐസ് ടീ ആണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചില്ല, ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇവിടെ ഒരു ബിരിയാണി കിട്ടുന്ന കൗണ്ടർ നമ്മുടെ റിയ പറഞ്ഞെന്നാണ്. അപ്പോൾ ബിരിയാണി ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്, കണ്ടോ. ഇവിടുത്തെ ബിരിയാണിയാണ്, ഇന്തോനേഷ്യൻ ബിരിയാണി. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഗൈസ്. കണ്ടല്ലോ, നല്ല ഹോട്ടലാണ്, നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ ഒരുപാട് ഫാമിലീസ് എല്ലാവരും ഉണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇവിടെ ബിരിയാണി കിട്ടുന്ന ഹോട്ടലുകൾ വളരെ റയറാണ്, നമ്മൾ അന്വേഷിച്ച് പിടിച്ചതാണ്. ഇന്തോനേഷ്യനിൽ വന്നിട്ട് ഇവിടുത്തെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണ്ടേ. അപ്പോൾ ഇത് നല്ല ചിക്കൻ പീസൊക്കെ ഉണ്ട്, കണ്ടോ. റൈസ് ഇനി അവർക്ക് കൊടുക്കും. From lokal. Pas pelan-pelan serap. Want try? You want try? ഇവിടെ കഴിച്ചു. This club pot. സ്വീറ്റ് ആണോ? കഴിച്ചോ. ലഡു പോലെ ആയിരിക്കും അല്ലേ? ലഡു പോലെയല്ല, നമുക്ക് അത്ര മധുരമില്ല. ഓവർ മധുരമില്ല.
तेरे बिना क्या वजूद मेरा Ya, Oh, kapi. buah ya. This Sum-sum. sum. Ya. Sum. This one? Korek sum-sum. This one? Mutiara. Tiara. Tiara. Oh. This one? Sarikaya. Sharikaya. Iya. This. Ini cendil. Aha. Cendil. Candil. Aha. Ini ketan. Oh. Ketan putih. Beras ketan. Aha. Okay. Sticky rice. Sticky rice. Ya. Ini pesalannya, Kakak. Iya. Ya. Ini dendeng basah. Ah, itu bili ombilin. So, continue. നമ്മളിപ്പോൾ ജക്കാർത്തയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയല്ലോ, അവിടെ തന്നെയാണ് ജക്കാർത്തയിൽ. നമ്മൾ ഫുഡ് സ്ട്രീറ്റിലാണ് കേട്ടോ. വണ്ടികളുടെ ഭയങ്കര സൗണ്ടാണ് ഈ സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണതൊന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് കേൾക്കില്ല. അപ്പോൾ നമ്മൾ ജക്കാർത്തയിലെ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് നല്ല സീ ഫുഡും ഫിഷ്, ചിക്കൻ, അങ്ങനെ ഇനി കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഒരുപാട് ഐറ്റംസ് ഇതവിടെ കിട്ടും. നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ മാറിയിട്ടാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. കാരണം സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഹോട്ടലിന്. അപ്പോൾ നമുക്ക് രാവിലെ 6:30 ഇവിടെ ചെക്കൗട്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിറ്റിയിൽ നിന്ന് മാറിയിട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതിവിടെ നമ്മൾ വലിയൊരു ഫുഡ് സ്ട്രീറ്റാണ്. ഇവിടെ ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ, അതായത് ഇന്തോനേഷ്യൻ ഫുഡുകൾ, സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വരണം. ടിഷ്യൂ കണ്ടോ, ചെറിയ മക്കളാണ്, അവർ ടിഷ്യൂ വിൽക്കുകയാണ്. കണ്ടോ, അവർ ടിഷ്യൂ വിൽക്കുകയാണ്. രാത്രിയിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് ടിഷ്യൂ വിറ്റിട്ട് ജോലി ചെയ്യാണ്. ചെറിയ ഫുഡാണ്. You're not kuat. Mantap ya. ആണോ? ഫിഷ്, താങ്ക് യു, ബൈ, സി യു. ഹാപ്പി, ബൈ. Bukan yang gini dah. ബൈ, സി യു. You want to, yeah, you can. നമ്മൾ റിയന്റെ ഫാദറിന്റെ വീട് Yeah. ഇവിടെയാണ്, അതായത് ജക്കാർത്ത. Yeah. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്ട്രീറ്റുകളിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഫാമിലി ഒന്നിച്ചിട്ടാണ് വരുന്നത്, കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജക്കാർത്തയിലെ സ്ട്രീറ്റ് ഗൈസ്. രാത്രി വൈബ് എടുക്കാം.